തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ചന്ദനമരം മുറിച്ചതിൽ ദുരൂഹത. ദേവസ്വം ആസ്ഥാനത്തെ ക്യാന്റീന് സമീപത്തുള്ള ചന്ദനമരമാണ് രേഖകളില്ലാതെ മുറിച്ചത്. സംഭവം പുറത്തെറിഞ്ഞതോടുകൂടി മഹസർ തയ്യാറാക്കി ചന്ദനത്തടികൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജനം. ബ്രേക്കിംഗ് ശാലിനിയിലേക്കാണ്. ശാലിനി, അതായത് മരം അവിടെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞു, പിന്നീട് ഇപ്പോൾ സ്ട്രോങ് റൂമിലൊക്കെയാണ്. എന്തായാലും എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശാലിനി? വലിയ രീതിയിലുള്ള ദുരൂഹത വിഷയത്തിൽ ഉയരുന്നുണ്ടല്ലോ. രാഖി, അശ്വതി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും രാഖി സൂചിപ്പിച്ചതുപോലെ ഒരു ദുരൂഹതയുണ്ട് എന്നതിനപ്പുറം മുറിച്ചത് വെറും ഒരു മരമല്ല, ചന്ദനമരമാണ് മുറിച്ചു മാറ്റിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തിന് ഉള്ളിൽ തന്നെയുള്ള കോമ്പൗണ്ടിനുള്ളിലെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീന് സമീപത്തായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തന്നെ നിരവധി ചന്ദനമരങ്ങൾ നിൽപ്പുണ്ട്. അതിലെ ഒരു ചന്ദനമരത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ രാവിലെയോടുകൂടി മുറിച്ചു മാറ്റിയത്. ആ മുറിച്ചു മാറ്റി അത് അവിടെ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇത് കടത്താൻ ഈ ഒരു മരമുറി നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ഉള്ളൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു, അദ്ദേഹത്തിന്റെ സമ്മതത്തോടെയായിരുന്നു ഈ മരം മുറിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് ലാൻഡിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കണമെങ്കിൽ അതിന് മുൻകൂട്ടി അനുമതി വേണം. അത് സർവേ ചെയ്ത് അത് മുറിക്കേണ്ട സാഹചര്യമുണ്ടോ, എന്താണത് മുറിക്കേണ്ട കാരണം, ഒപ്പം തന്നെ അത് മുറിച്ചാൽ എങ്ങോട്ടേക്ക് മാറ്റുന്നു എന്നതടക്കമുള്ള കൃത്യമായ ഡീറ്റെയിൽ ദേവസ്വം ബോർഡിന്റെ ഉള്ളിൽ വന്ന് ദേവസ്വം ബോർഡ് അത് അംഗീകരിച്ചത് പാസ്സാക്കിയതിന് ശേഷം ഔദ്യോഗിക ഉത്തരവിറങ്ങും. ആ ഉത്തരവിറങ്ങിയാൽ മാത്രമേ ഈ മരം മുറിക്കാനുള്ള അവകാശമുള്ളൂ. പക്ഷേ ഇവിടെ നടന്നത് വെറുമൊരു മരമല്ല എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചന്ദന മരം മുറിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള നടപടികളും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ ഈ മരം മുറിച്ച് അവിടെ ഇടുന്നു, പിന്നീട് ഇത് അവിടെ നിന്ന് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ മരം മുറിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും തർക്കങ്ങളും അവിടെ നടന്നപ്പോൾ അത് മുറിക്കാനുള്ള അനുമതി ഇല്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ഉദ്യോഗസ്ഥൻ, ഈ ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞിരുന്നു പോലും ഈ മരം മുറിക്കുന്നതിന് യാതൊരു വിധ തടസ്സവും ഇല്ല, അത് മുറിക്കാം, നിങ്ങൾ മുറിച്ചോളൂ എന്നുള്ള രീതിയിൽ കരാറുകാരുടെ ജീവനക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള ക്യാൻറ്റീൻ കരാർ എടുത്തിരിക്കുന്ന ഒരു PWD ഉദ്യോഗസ്ഥൻ, അത്തരത്തിൽ PWDയുടെ ഒക്കെ കോൺട്രാക്ട് എടുക്കുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട്, അദ്ദേഹത്തിനെ കോമളൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. ജോലിക്കാരാണ് ഈ മരം മുറിച്ച് അവിടെ ഇട്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം വിവാദമായതോടുകൂടി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കിയിരിക്കുകയാണ്. ഏകദേശം 5 വലിയ പീസോളം നീളത്തിൽ, ഏകദേശം 6 അടി നീളത്തിലൊക്കെയുള്ള മരത്തടിയാണ് ഈ മുറിച്ചത്. എന്തായാലും അത് മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ചന്ദനത്തടി മുറിക്കുകയാണെങ്കിൽ അതിന് വനം വകുപ്പിന്റെ ഔദ്യോഗിക അനുമതി വേണം. അത് ഏത് ലാൻഡിലാണെങ്കിൽ പോലും, സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് എങ്കിൽ പോലും അത് ഔദ്യോഗിക അനുമതി നൽകേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പ് അനുമതി നൽകിയതിനു ശേഷം മാത്രമേ ഇത് മുറിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ വനം വകുപ്പിന്റെ അനുമതിയില്ല, ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ല, ദേവസ്വം ബോർഡിലെ ഔദ്യോഗിക ഉത്തരവുകളില്ല, രേഖകളില്ല. ഒരിടത്തും ഇത് പ്രതിപാദിക്കുകയോ രേഖകൾ തയ്യാറാക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു കൃത്രിമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. ആഭ്യന്തര അന്വേഷണം അടക്കം നടക്കാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതേസമയം ഈ കരാറുകാരൻ പറയുന്നത്, ജനം ടിവിയോട് അടക്കം പ്രതികരിച്ചിരുന്നു, അദ്ദേഹം പറയുന്നത് തനിക്ക് ഇതുമായി ബന്ധമില്ല, ഇതൊരു ചന്ദനത്തടി ആണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല തന്റെ ജീവനക്കാർ മുറിച്ചത്, കേസുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് എന്തായാലും അതുമായി മുന്നോട്ട് പോകാം. പക്ഷേ ജീവനക്കാർ വിചാരിച്ചത് ഒരു മറ്റൊരു മരം, മൈലാഞ്ചി മരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ക്യാൻറ്റീൻ്റെ മുകളിലേക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ക്യാൻറ്റീൻ്റെ മുകളിലേക്ക് കിടന്നതുകൊണ്ട് തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ മുറിച്ചു മാറ്റി അവിടെ ഇട്ടിരുന്നു എന്നുള്ളതാണ്. കടത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ്. കൃത്യമായ ദുരൂഹത പുറത്തു വരണം എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്തായാലും മുൻപും സമാനമായ രീതിയിൽ ചന്ദനമരം അടക്കം മുറിച്ചതിൽ അവിടെ നടപടികൾ ചില ഉദ്യോഗസ്ഥർ നേരിട്ടിട്ടുണ്ട്. സമാനമായൊരു സംഭവമാണ് ഇപ്പോൾ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. രാഖി, എന്തായാലും ചന്ദനമരം മുറിച്ചതിൽ വലിയ ദുരൂഹത തന്നെയാണ്. കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. കാരണം വെറും മരമല്ല, ചന്ദനമരമാണ് മുറിച്ചിരിക്കുന്നത്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.